എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തയ്യൽക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഐറ്റംസാണ്. ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇത് പൈപ്പിംഗ് ഫോൾഡർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു ഐറ്റംസാണ്. നമ്മൾ മെഷീനിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതിന് പ്ലേറ്റോട് കൂടി ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇതിന് അനുയോജ്യമായ ഒരു പ്രഷർ പുട്ടുണ്ട്. ഇതിൻ്റെ പ്ലേറ്റിന് തന്നെ അനുയോജ്യമായ ഒരു പല്ലുണ്ട്. അപ്പോൾ നമുക്ക് അംബ്രല മെഷീനിലും ജുക്കി മെഷീനിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതിൻ്റെ ഏത് സൈസ് വേണം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. 4 ഇഞ്ച് വേണോ, 1 പോയിൻ്റ് വേണോ, ഇതെല്ലാം നമുക്ക് ഐറ്റംസ് കിട്ടും. ഇനി നമുക്ക് കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യണേലും മിക്കവാറും കടകളിലൊക്കെ മെഷീൻ വെക്കുന്ന കടകളിലൊക്കെ വരാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇത് പിടിപ്പിക്കുന്നത്. കണ്ടോ, ഈ സൈഡിൽ 2 സ്പ്രിങ് പോലെയുണ്ട്. അതിലേക്ക് നമുക്ക് തുണി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ മുമ്പിലോട്ട് തന്നെ ഇങ്ങനെ തള്ളി വെച്ചാൽ ഇവിടെ വരും. ആ ഭാഗത്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് മടങ്ങി വരും. അപ്പോൾ പൈപ്പിംഗ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. കറക്റ്റ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വലിച്ചു വിട്ടേ ഒരേ വീതിയിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ഫോൾഡറിൻ്റെ വീതി അനുസരിച്ചുള്ള തുണി വേണം മുറിക്കുക. ഒത്തിരി കൂടുതൽ തുണി മുറിക്കരുത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള ഇതൊക്കെ നമുക്കിങ്ങനെ ചേർത്ത് വെച്ച് ചുറ്റും ഈ കാറ്ററിംഗുകാർക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ചേർത്ത് വെച്ച് വേണമെങ്കിലും നമുക്കത് തയ്ക്കാം. വളരെ ഗുണകരമാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തുല്യമായ വീതി ഉള്ളത് കൊണ്ടും കണ്ടോ, അതുപോലെ തന്നെ നമുക്കിങ്ങനെ മെഷീനിൽ അടിച്ച് വരും. സൈഡിൽ ഒരു സ്റ്റിച്ചുണ്ട്. അതേ സെയിം സ്റ്റിച്ച് നമ്മൾ മേളിലോട്ട് വെച്ച് പതിപ്പിച്ചാൽ മതി. ഇനി അതല്ലാതെ നമുക്കിങ്ങനെ പീസിലൊക്കെ ഇങ്ങനെ വെച്ച് പതിപ്പിക്കണമെങ്കിലും തുല്യമായ വീതി ഒരേ വീതിയിലിരിക്കും. പിന്നെ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ അതിന് കറക്റ്റ് ആ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് ചേരുന്ന വിധത്തിൽ വേണം നമ്മൾ വെട്ടിയെടുക്കാനുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സൈസാണ് ഇത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ ഒക്കെ വരും. ആ കമ്പിയുടെ ഒരു സൈഡ് കണ്ടോ, ആ സൈഡ്, ആ വളഞ്ഞിരിക്കുന്ന കമ്പിയുടെ സൈഡ് വേണം നമ്മൾ തുണി ആ ഒരളവിന് വേണം വെട്ടിയെടുക്കാൻ. ഒരു കാരണവശാലും അതിൽ കൂടുതൽ വെട്ടിയാൽ പല വിധത്തിൽ ഇത് മടങ്ങിപ്പോകും. ഇതിൻ്റെ ഈ സൈഡ് ഇപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കണ്ടോ, അതിൻ്റെ ഒരു സൈഡ് വശം ആ സൈഡിന് ചേരുന്ന വിധത്തിൽ വേണം നമ്മൾ തുണി കെട്ടിയെടുക്കുക. പിന്നെ ഈ സ്ക്രൂ അഴിച്ചാൽ നമുക്കിതിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസം മുമ്പോട്ടോ പുറകോട്ടോ തള്ളി വരും. കാരണം ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നെങ്കിൽ അതിൻ്റെ സ്ക്രൂ പതുക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുക. പതുക്കെ ചഴിച്ചു കൊടുത്തിട്ട് ഈ ഫോൾഡർ നമുക്ക് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ തെന്നിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തെന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ അടിവശത്തെ വീതി വ്യത്യാസം വരുമോ, സ്റ്റിച്ചിന് വീതി വ്യത്യാസം വരുമോ എല്ലാം ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ സ്ക്രൂ അഴിച്ചെടുത്ത് കുറച്ച് അഴിച്ചാൽ മതി. 2 വീതി അഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുണ്ട്, ഇങ്ങനെ ഇത് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ പോയിൻ്റായിട്ടൊന്ന് വെട്ടിവിടണം. അങ്ങനെ പോയിൻ്റായിട്ട് വിട്ടിട്ട് വേണം ഈ സ്പ്രിങ്ങിൽ ഇടയിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വിടാൻ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അതിന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞ് വെക്കുവാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടാം. കണ്ടോ, അങ്ങനെ കയറ്റി വിട്ട് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഒരു വശത്തൊരു ഹോളുണ്ട്. അവിടെ ചുമ്മാ ഇങ്ങനെ നൈസായിട്ടല്ലേ ഈ തുണി മുമ്പോട്ട് കയറി വരും. അതുപോലെ മുമ്പോട്ട് കയറി വരും. നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചാൽ വളരെ ക്ലിയറായിട്ട് തന്നെ ഇത് വരും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് തന്നെ തയ്ച്ചാൽ വളരെ ഉണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് സൈഡിൽ സ്റ്റിച്ച് വരും, മടങ്ങിയിരിക്കും. നമുക്ക് വളരെ ഗുണകരമായിട്ട് സ്റ്റിച്ച് മേളിലോട്ട് ആ നല്ല കാണിയുടെ വശം വെക്കുക. നമ്മൾ എന്താവശ്യത്തിനാണോ ആ ആവശ്യത്തിന് വെച്ച് നമ്മൾ പൈപ്പിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ ക്ലിയറായിട്ട് തന്നെ എഴുതണം. ഇങ്ങനെ വെച്ച് കൊടുക്കും കണ്ടോ, അതേ പീസ് ഇങ്ങനെ റൗണ്ടിലൊക്കെ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്താലും നമുക്ക് അതേ ഇത് പ്രഷർ പൊക്കി അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ക്ലിയറായിട്ട് തന്നെ അതും നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലടിക്കാൻ നേരം അങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കാണിച്ച പോലെ തന്നെ വെച്ച് കൊടുത്താൽ ഫുൾ റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും.